ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുത്തശ്ശൻ അങ്ങനെ നരൻക്ക് വിളിക്കുകയാണ്. നരൻക്ക് വിളിച്ചിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എവിടെ കാവേരി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നരൻ പറയും, ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയില്ലേ ചോദിക്കുകയാണ്. ആ സമയത്ത് നരൻ പറയും, അവൾ അവളുടെ വീട്ടിലോട്ട് പോയി എന്ന്. അവളുടെ വീടോ എന്ന് ചോദിക്കുകയാണ്. അതെ, അവൾക്ക് ഈ നാട്ടിൽ ഒരു വീടുണ്ടല്ലോ, അവിടേക്ക് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്തേ അവളുടെ കൂടെ പോയില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ നരൻ പറയും, ഞാൻ പോയില്ല, അവൾ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ മുത്തശ്ശൻ പറയും, എന്തേ നിനക്കും അവളുടെ കൂടെ പോയിക്കൂടായിരുന്നു, അവളെ തനിച്ച് പറഞ്ഞയക്കണമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറയും, അവൾക്ക് ഇവിടെ എല്ലായിടവും പരിചയമുള്ളതല്ലേ, അപ്പോൾ അവൾ തനിയെ പോയതാണ്. അവൾക്ക് ഫോൺ ചെയ്യുമ്പോൾ അവളുടെ കൂടെ നീ ഉണ്ടായിരിക്കില്ല, നിനക്ക് ഫോൺ ചെയ്യുമ്പോൾ നീയും അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ല, എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നരൻ പറയും, അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവൾ പോവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ മുത്തശ്ശൻ പറയും, എന്താ നിനക്കും അവളുടെ കൂടെ പോയിക്കൂടെ. നരൻ പറയും, ഞാൻ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോവാതിരുന്നത് എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും, ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും, ആ സമയത്ത് നിൻ്റെ കൂടെ കാവേരി ഉണ്ടായിരിക്കണം. നരൻ പറയും, അവൾ അവളുടെ വീട്ടിൽ പോയിരിക്കുകയല്ലേ, അവൾ എപ്പോഴാണ് വരികയെന്ന് എനിക്കറിയില്ലല്ലോ. മുത്തശ്ശൻ ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണ്. ആ സമയത്ത് നരൻ പറയും, ഞാനിപ്പോൾ റിസോർട്ടിലാണ് ഉള്ളത്, എങ്കിൽ നീ ഇപ്പോൾ തന്നെ അവളുടെ അടുത്തോട്ടേക്ക് ചെല്ല്. ഇനി ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്യും. കാവേരിയെ കാണാത്ത ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് നരൻ. ആ സമയത്ത് നരൻ എല്ലായിടത്തും കാവേരിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കാവേരിയെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ കാവേരി, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. കാവേരിയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നിവിന് കാവേരിയുടെ ബാഗും ഫോണും ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് നരന് ആകെ ടെൻഷനാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിവിനെയാണ്. കെട്ടിയിട്ട് നിവിനെയും ഇങ്ങനെ ഉപദ്രവിക്കുകയായിരിക്കും. ആ സമയത്ത് നിവിൻ പറയും, കാവേരിയെ വെറുതെ വിട് എന്ന് പറയും ജയബാലനോട്. ആ സമയത്ത് ജയബാലൻ അവനോട് മിണ്ടാതെ നിൽക്കാൻ പറയും. നിവിൻ വിശാലിനോട് പറയും, കാവേരിയെ വെറുതെ വിടാൻ പറയേ, ഇല്ല എങ്കിൽ എല്ലാവരെയും കൊന്നു കളയും. ആ സമയത്ത് ഇതൊന്നും ഇഷ്ടപ്പെടാതെ രാഗിണി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ജയബാലനോട് നിവിൻ പറയും, അവളെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നീട് ജയബാലനോട് നിവിൻ ചോദിക്കും, എവിടെയാടാ കാവേരി എന്ന്. അങ്ങനെ ജയബാലൻ പറയും, നിനക്കെന്താടാ കാവേരിയെ കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് കാവേരിയെ കാണിച്ചു കൊടുക്കണം. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് കാവേരി, എന്നെ അഴിച്ചു വിടടാ എന്ന് പറയുകയാണ്. സമയത്ത് നിവിൻ, അവളെ അഴിച്ചു വിടടാ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ജയബാലൻ പറയും, ഇവളെ തുറന്നു വിടാനാണെങ്കിൽ എന്തിനാടാ ഞങ്ങൾ ഇവളെ കടത്തിക്കൊണ്ട് വന്നത്, അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഹണിമൂണ് വന്നതാ, ഇവളെ തട്ടിക്കൊണ്ട് വരാൻ കാരണം നീയല്ലേ, നിനക്ക് ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ നിനക്കതിന് സമ്മതമല്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അവളെ തട്ടിക്കൊണ്ട് വന്നു, ഇനിയെങ്കിലും നീ അവളെ കല്യാണം കഴിക്കടാ എന്ന് ദേഷ്യത്തോടു കൂടി ജയബാലൻ നിവിനോട് പറയണ്. ജയബാലൻ്റെ ഗുണ്ടകൾ ഇങ്ങനെ കാവേരിയെ അടിക്കണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിവിൻ സങ്കടത്തിൽ നിൽക്കണം. കാവേരിയെ ഉപദ്രവിക്കുന്നത് കണ്ട് നിവിൻ പറയും, ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം എന്ന് പറയണ്. അപ്പോൾ വിശാൽ നിവിനോട് പറയും, എങ്കിൽ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ പറഞ്ഞുകൊണ്ട് നിവിന് കല്യാണ ഡ്രസ്സെല്ലാം കൊടുക്കുകയാണ് വിശാൽ. അപ്പുറത്ത് കാവേരിയെ കാണാത്ത ടെൻഷനിൽ കാവേരിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നരൻ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.